എന്തിനാണ് നമ്മുടെ നേസൽ സ്പ്രേസ് അല്ലെങ്കിൽ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സാധാരണയായി മൂക്കടപ്പ് വരുമ്പോഴാണ് നമ്മൾ ഈ സ്പ്രേസും ഡ്രോപ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. മൂക്കടപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുമ്പോൾ. രണ്ടാമത്, നമുക്ക് നമ്മുടെ ടെർബിനേറ്റ്സ് ഒക്കെ മൂക്കിലുണ്ടാകുന്ന ടെർബിനേറ്റ്സ് ഒക്കെ ഹൈപ്പർട്രോഫിഡ് ആയിട്ട് സ്വള്ളനാകുമ്പോൾ. മൂന്നാമതായിട്ട്, നമ്മുടെ മൂക്കിനൊരു വളവ്, DNS എന്ന് വരും, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, നമ്മുടെ പാലത്തിനൊരു വളവ് സംഭവിക്കുമ്പോൾ. ഈ മൂന്ന് കണ്ടീഷനിലാണ് ജനറലി നമുക്ക് മൂക്കടപ്പ് ഉണ്ടാവുന്നത്. ഇത് വരാനായിട്ട് ഒരു കാരണമാണ് അലർജി അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത തുമ്മല്, മൂക്കൊലിപ്പ്, പിന്നീട് അത് മൂക്കടപ്പിലേക്ക് നയിക്കപ്പെടുന്നു. സൈനസൈറ്റിസും ഇത് ബ്ലോക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ നേസൽ ബ്ലോക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, ഉറക്കം ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവുന്നു, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സിംറ്റംസ് ചിലപ്പോൾ പ്രസന്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേസൽ ഡ്രോപ്സ് അല്ലെങ്കിൽ ഈസി യൂസ്, പെട്ടെന്നുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് മൂക്ക് തുറക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോസ് അല്ലെങ്കിൽ നമ്മുടെ മൂക്കില് ബ്ലഡ് സപ്ലൈ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. അന്നേരം ഈ ബ്ലഡ് സപ്ലൈ കൂടുന്ന സമയത്ത് അവിടെ നീർക്കെട്ട് വരുന്നു. അങ്ങനെയാണ് മൂക്കടപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തത്. സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബ്ലഡ് സപ്ലൈനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പം അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയുന്നു. അപ്പം നമുക്ക് ഈസി ആയിട്ട് ശ്വസിക്കാൻ പറ്റുന്നു. എന്നാൽ ഇങ്ങനെ സ്പ്രേസ് അല്ലെങ്കിൽ ഡ്രോപ്സ് ഓവർ ദ കൗണ്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീബൗണ്ട് കൺഷൻ എന്ന് പറഞ്ഞ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ അവിടെ വരുന്നു. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ സ്പ്രേ അല്ലെങ്കിൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത്, പിന്നീട് അത് ഉപയോഗിച്ച് ഫലം കിട്ടാതെ വരുന്നു. ചെറുതായിട്ടുണ്ടായ മൂക്കടപ്പ് പിന്നീട് സ്ഥിരമായിട്ടുള്ള മൂക്കടപ്പായിട്ട് മാറും. അതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഡ്രോപ്സ് അല്ലെങ്കിൽ സ്പ്രേസ് നിരന്തരമായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓവർ ദ കൗണ്ടറിൽ നമ്മൾ ഉപയോഗിച്ചാലുള്ള ഫസ്റ്റ് സൈഡ് എഫക്റ്റ്. ഇത് കൂടാതെയും കോമൺ ആയിട്ട് വേറെ പേഷ്യൻസ് പറയുന്ന സിംറ്റംസിൽ ഒന്നാണ് നമുക്ക് സ്മെല്ല് കിട്ടാതെ വരിക. കുറേ നാളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്മെല്ല് കിട്ടാതെ വരിക. സ്മെല്ല് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ടേസ്റ്റും നഷ്ടപ്പെടും. പിന്നെ മൂക്കിൽ ഡ്രൈനെസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വരൾച്ച ഉണ്ടാവുക. ഹ്യൂമിഡായിട്ട് ഇരിക്കുന്ന ഒരു സ്പേസ് ആണ് നെയേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. അവിടെ ഡ്രൈനെസ് വരിക. പിന്നെ നമുക്ക് എരിച്ചില്, മൂക്കിനൊക്കെ ഒരു എരിച്ചില് ഫീൽ ചെയ്യുക. ഇത് കൂടാതെ തലവേദന ഉണ്ടാവുക, നമ്മുടെ BP ഷൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണിക്കുന്ന സൈഡ് എഫക്ട്സ്. ചിലപ്പോൾ ചിലർക്ക് ബ്ലീഡിങ് വരെ കാണിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പല പേഷ്യൻസ് ഇവിടെ വരുമ്പം അവർ ഇപ്പം നമ്മൾ വൺ വീക്കിലൊക്കെ മെഡിസിൻ യൂസ് ചെയ്ത് കഴിയുമ്പം അവർ കുറയാതെ കണ്ട് നമ്മൾ ഹിസ്റ്ററി തപ്പി പോകുമ്പോഴാണ് ദീർഘകാലമായിട്ട് അവർ ഈ സ്പ്രേസ് അല്ലെങ്കിൽ ഡ്രോപ്സ് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുക. പിന്നീട് അത് ഫലം കാണാതെ വരുമ്പോഴാണ് അവരിവിടെ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ റീബൗണ്ട് കൺജഷൻ ഉള്ള കണ്ടീഷൻ ആണെന്ന് മനസ്സിലായതും പിന്നീട് അതിനെ ട്രീറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത്. അപ്പം ഇങ്ങനെ വരുമ്പം അത് നമുക്ക് പിന്നീട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായി മാറുന്നു. അത് വീണ്ടും ഈ പറയുന്ന കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പേഷ്യന്റ് പോലും അറിയാതെ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഇങ്ങനെ യൂസ് ചെയ്യുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക.